ആഗോള അയ്യപ്പ സംഗമത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികളെ അപമാനിക്കലാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുടെ ഒരുമയെ വിളിച്ചോതുന്ന പരിപാടിയാണ്. തത്വമസി എന്ന ദർശനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് വിശ്വാസ സമൂഹം മുന്നോട്ടു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനങ്ങൾ രാഷ്ട്രീയ ദുരുദ്ദേശ്യത്തോടെയുള്ളവയാണെന്ന് വ്യക്തമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെയും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയെയും തുറന്നുകാട്ടുന്നു. കേരളത്തിന്റെ ആത്മീയതയും ഭക്തിയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ കുത്തകയല്ല, അത് സകല ജനങ്ങളുടെയും പൊതുസ്വത്താണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അയ്യപ്പ സംഗമത്തെ ഒരു രാഷ്ട്രീയ നാടകമായി ചിത്രീകരിക്കുന്നത് വിശ്വാസി സമൂഹത്തോടുള്ള അവഹേളനമാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തെക്കുറിച്ചോ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ലെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. പിണറായി വിജയൻ വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ കാണുകയും ചെയ്യുന്ന നേതാവാണ്. കേരളത്തെപ്പറ്റി ഒരു ചുക്കുമറിയാതെ രാജീവ് ചന്ദ്രശേഖറിന് മികച്ച ഭരണകർത്താവെന്നതിനാൽ തുടർച്ചയായി 2ാം തവണയും അധികാരത്തിൽ വന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ശിവൻകുട്ടി പറഞ്ഞു. പട്ന ഓഗസ്റ്റ് 15-ന് 3 പാകിസ്ഥാൻ ഭീകരർ നേപ്പാൾ വഴി ബീഹാറിലെത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണ് ഭീകരരെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റാവൽപിണ്ടി നിവാസിയായ ഹസ്നാനി അലിയും ഉമ്മർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈനും ഭവാൽപൂരിൽ നിന്നുള്ള മുഹമ്മദ് ഒസ്മാനും എന്നിവരാണിവരെന്ന് ബീഹാർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൂവരും ഓഗസ്റ്റ് 2ാം വാരത്തിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ എത്തിയ ശേഷമാണ് അവിടെ നിന്ന് ബീഹാറിലേക്ക് എത്തിയത്. പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി ഭീകരന്മാരുടെ ചിത്രങ്ങളും വിവരങ്ങളും അതിർത്തി ജില്ലകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധിയുടെ ജൻ അധികാർ യാത്ര ഉൾപ്പെടെ നടക്കവെയാണ് വാർത്ത പുറത്തുവരുന്നത്. ജില്ലാ ഇന്റലിജൻസ് യൂണിറ്റുകളോട് നിരീക്ഷണം ശക്തമാക്കാനും ഫീൽഡ് വിവരങ്ങൾ ശേഖരിക്കാനും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഉടനടി നടപടിയെടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ വ്യക്തികളെയോ പ്രവർത്തനങ്ങളെയോ കുറിച്ച് ഉടൻ പോലീസിനെ അറിയിക്കണമെന്നുമാണ് നിർദ്ദേശം. കൊച്ചി കടയിൽ നിന്ന് അശ്ലീല വീഡിയോ കാസറ്റുകൾ പിടിച്ചുവെന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കോട്ടയം സ്വദേശി 28 വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തൻ. ഉപയോക്താക്കൾക്ക് നൽകുന്നതിന് അശ്ലീല വീഡിയോ കാസറ്റുകൾ കടയിൽ സൂക്ഷിച്ചു എന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കുരോപ്പട സ്വദേശിയെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. തെളിവിനായി ഹാജരാക്കിയ കാസറ്റുകൾ മജിസ്ട്രേറ്റ് സ്വമേധയാ പരിശോധിച്ചില്ല എന്നതിനാൽ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് കേസ് നിലനിൽക്കില്ല എന്ന് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് വിധിന്യായത്തിൽ വ്യക്തമാക്കി. 1997 സംഭവം. കൂരപ്പട പഞ്ചായത്തിൽ ഹർജിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാസറ്റ് കടയിൽ നിന്ന് പോലീസ് 10 കാസറ്റുകൾ പിടിച്ചെടുത്തുവെന്നും ഇവയിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്നുമാണ് കേസ്. IPC 292 വകുപ്പ് അനുസരിച്ച് അശ്ലീല ദൃശ്യങ്ങൾ വിൽക്കുന്നതോ വിതരണം ചെയ്യുന്നതോ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോ കുറ്റകരമാണ്. തുടർന്ന് കോട്ടയം മജിസ്ട്രേറ്റ് കോടതി ഹർജിക്കാരനെ 2 വർഷം തടവിനും 2000 രൂപ പിഴയ്ക്കും വിധിച്ചു. ഇതിനെതിരെ സെഷൻസ് കോടതിയെ സമീപിച്ചപ്പോൾ ശിക്ഷാവിധി 1 വർഷമായും പിഴ 1000 രൂപയായും കുറച്ചു. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ 7ാം സാക്ഷി ഉൾപ്പെടെ 7 സാക്ഷികളാണ് കേസിലുള്ളത്. ഇതിൽ 1ഉം 2ഉം സാക്ഷികൾക്കൊപ്പം 7ാം സാക്ഷി കാസറ്റ് കടയിൽ വെച്ച് തന്നെ കണ്ട് ഇവയിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണത്തിനിടയിൽ തഹസീൽദാർ വീഡിയോ കാസറ്റുകൾ കണ്ടു ഇവയിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അന്നത്തെ പാമ്പാടി SIയും കാസറ്റ് കണ്ട് ഇവയിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി. തഹസീൽദാർക്കൊപ്പമാണ് SI കാസറ്റ് കണ്ടത്. താൻ കടയുടെ ഉടമസ്ഥനല്ലെന്നും മറ്റൊരാളെയാണ് കടയിൽ നിന്ന് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതെന്നും ഹർജിക്കാരൻ വാദിച്ചെങ്കിലും വിചാരണ കോടതി ഇത് അനുവദിച്ചിരുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതിയിലെ വാദത്തിനിടയിൽ ഹർജിക്കാർ ഉന്നയിച്ചില്ല. എന്നാൽ പിടിച്ചെടുത്ത വീഡിയോ കാസറ്റിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടോ എന്ന് കേസ് കേട്ട മജിസ്ട്രേറ്റ് സ്വമേധയാ കണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന് ഹർജിക്കാർ വാദിച്ചു. ഇത് കോടതി അംഗീകരിച്ചു. സാക്ഷിമൊഴികൾ എത്രയുണ്ടെങ്കിലും തന്റെ മുമ്പാകെ ഹാജരാക്കിയ തെളിവ് നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കുക എന്നത് മജിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ആ കാസറ്റുകളിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ട് എന്ന പേരിൽ ഹർജിക്കാരനെ ശിക്ഷിച്ചതും കേസും റദ്ദാക്കുന്നുവെന്നും കോടതി ഉത്തരവിട്ടു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുമുറുക്കാനുറച്ച ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് 2 ദിവസത്തിനകം അന്വേഷണ സംഘം രൂപീകരിക്കും.
ക്രൈംബ്രാഞ്ച് റേഞ്ച് ഡിവൈഎസ്പി CB ബിന്നുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരുമുണ്ടാകും. ആരോപണമുന്നയിച്ച യുവതികളുടെ മൊഴി സംഘം രേഖപ്പെടുത്തും. ഗർഭചിത്ര സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ മൊഴിയും എടുക്കും. ഇവർക്ക് പരാതി നൽകാൻ താൽപ്പര്യമുണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചറിയും. സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കും. വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ എന്നിവയ്ക്കാണ് നിലവിൽ DGPയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളുടെ പരാതികൾ നേരിട്ട് കിട്ടാത്തതിനാൽ കേസ് എടുക്കാനാവില്ല എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാട്. എന്നാൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലതെന്ന് സർക്കാരിന് നിയമപരവും രാഷ്ട്രീയവുമായ ഉപദേശങ്ങൾ ലഭിച്ചതിനാലാണ് കേസുമായി മുന്നോട്ടു പോകുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ഉൾപ്പെടെ ശബ്ദരേഖ പുറത്തു വന്നതാണ് കേസിന് ക്രൈംബ്രാഞ്ച് ആധാരമാക്കുന്നത്. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം തലപ്പാടിയിൽ നിയന്ത്രണം വിട്ട ബസ് ഇടിച്ചുകയറി 6 മരണം. സംസ്ഥാന അതിർത്തിയിലെ ടോൾ ബൂത്തിന് സമീപത്താണ് കർണാടക RTC ബസ് ഓട്ടോറിക്ഷയിലേക്കും ബസ് കാത്തുനിന്നവരിലേക്കും ഇടിച്ചുകയറിയത്. ഓട്ടോയിലുണ്ടായിരുന്ന 6 പേരാണ് മരിച്ചത്. കർണാടക സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ ഹൈദർ അലി, ഓട്ടോയിലുണ്ടായിരുന്ന നഫീസ, ആയിഷ, ഖദീജ, ഹവ്വമ്മക്കുട്ടി, 11കാരി ഹസ്ന എന്നിവരാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സാരമായി പരുക്കേറ്റ 2 പേർ മംഗളൂരു ഫാദർ മുള്ളർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യം ഓട്ടോയിൽ ഇടിച്ച ബസ് നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് വന്ന് നിർത്തിയിട്ട മറ്റൊരു ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ നിരവധി പേർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്നു ബസ്. സർവീസ് റോഡിലൂടെ പോകേണ്ട ബസ് ദേശീയപാതയിൽ കയറി അമിത വേഗതയിൽ വരികയായിരുന്നു എന്ന് ദൃക്സാക്ഷികം പറഞ്ഞു. ബസിന്റെ ടയറുകൾ തേഞ്ഞു തീർന്നതും അപകടത്തിനു കാരണമായെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സിഗ്നൽ ലൈറ്റ് ഓഫാക്കി പോലീസുകാർ നേരിട്ടിറങ്ങണമെന്ന് ഹൈക്കോടതി. പാലാരിവട്ടം വരെയുള്ള ബാനർജി റോഡ്, മെഡിക്കൽ ട്രസ്റ്റ് മുതൽ വൈറ്റില വരെയുള്ള സഹോദരൻ അയ്യപ്പൻ റോഡ് എന്നിവിടങ്ങളിൽ സിഗ്നൽ ഓഫ് ചെയ്ത് പോലീസുകാർ ഗതാഗതം നിയന്ത്രിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ബസ്സുകൾ തമ്മിലുള്ള സമയക്രമം പരിഷ്കരിക്കുന്നതിനുള്ള യോഗം മുന്നറിയിപ്പില്ലാതെ നീട്ടിവെച്ചതിൽ ജസ്റ്റിസ് അമിത് റാവൽ അതൃപ്തിയും രേഖപ്പെടുത്തി. സർക്കാർ ഉടൻ യോഗം ചേർന്നില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. നഗരത്തിൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ബാനർജി റോഡിൽ പാലാരിവട്ടം മുതൽ ഹൈക്കോടതി വരെയും സഹോദരൻ അയ്യപ്പൻ റോഡിൽ വൈറ്റില മുതൽ പള്ളിമുക്ക് വരെയുള്ള ഭാഗത്താണ് ഗതാഗത കുരുക്ക് രൂക്ഷം. ഈ റോഡിൽ നിരവധി സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടെങ്കിലും സമയം കുറവായതിനാൽ പച്ച വെളിച്ചം തെളിഞ്ഞ് വാഹനങ്ങൾ നീങ്ങി തുടങ്ങുമ്പോഴേക്കും ചുവപ്പു തെളിയും. ഇത് പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയും ഈ റോഡുകളിൽ സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർ ട്രാഫിക് നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബസ്സുകൾ തമ്മിലുള്ള സമയം തീരെ കുറവായതിനാലാണ് തിരക്കിലൂടെയുള്ള മത്സര ഓട്ടം നടക്കുന്നതെന്ന വാദം ഉയർന്നിരുന്നു. ഇതോടെ ബസ്സുകളുടെ സമയക്രമം പരിഷ്കരിക്കുന്നത് പരിശോധിക്കാൻ യോഗം ചേരാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. 15 ദിവസത്തിനകം യോഗം ചേരണമെന്നായിരുന്നു ഓഗസ്റ്റ് 8 നൽകിയ ഉത്തരവ്. എന്നാൽ സെപ്റ്റംബർ 29 യോഗം ചേരാനായിരുന്നു സർക്കാർ തീരുമാനം. കോടതിയിൽ അപേക്ഷ നൽകാതെ 1.5 മാസത്തിനപ്പുറം യോഗം തീരുമാനിച്ചത് മനഃപൂർവ്വമുള്ള കോടതിയലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് അമിത് റാവൽ വിമർശിച്ചു. തുടർന്ന് സെപ്റ്റംബർ 10 യോഗം ചേരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കിടെയെ H-1B വിസ സമ്പൂർണ്ണ അഴിമതിയാണെന്ന വാദവുമായി ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്. വിദഗ്ധ വിദേശ തൊഴിലാളികൾ എന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ വിദേശ തൊഴിലാളികളെ എടുക്കാൻ കമ്പനികൾക്ക് അനുമതി നൽകുന്നതാണിതെന്നും അമേരിക്കൻ തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് കൂടിയായ ഡിസാന്റിസിന്റെ പ്രസ്താവനയ്ക്ക് ഒരു ദിവസം മുമ്പ് US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക്കും H-1B വിസ ഗ്രീൻ കാർഡ് പദ്ധതിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. H-1B വിസ ഗ്രീൻ കാർഡ് പദ്ധതിയിൽ കാര്യമായ മാറ്റം വരുമെന്നാണ് ലുഡ്നിക് പറഞ്ഞത്. വിദേശ തൊഴിലാളികളെ കൊണ്ടുവന്ന് അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങളിൽ നിറയ്ക്കുന്ന അഴിമതിയാണിതെന്ന് ലുഡ്നിക് പറഞ്ഞു. നയമാറ്റം വന്നാൽ അത് US-ൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ബാധിക്കും. വിദേശത്ത് നിന്ന് കുറഞ്ഞ ചിലവിൽ പുതിയ H-1B വിസയിൽ തൊഴിലാളികളെ എടുത്ത് അമേരിക്കൻ പൗരന്മാരെ വലിയ തോതിൽ പിരിച്ചുവിടുകയാണ് കമ്പനികൾ ചെയ്യുന്നത്.
ഈ വിസയിലെത്തുന്നവരിൽ കൂടുതലും ഇന്ത്യയിൽ നിന്നാണെന്ന് ഫോക്സ് ന്യൂസിനോട് അദ്ദേഹം പ്രതികരിച്ചു. H-1B വിസ അപേക്ഷകരിൽ ഉയർന്ന വരുമാനക്കാരുടേത് ആദ്യം പരിഗണനയ്ക്കെടുക്കുക എന്ന തരത്തിൽ നയം മാറ്റാൻ നീക്കങ്ങൾ നടക്കുകയാണ്. കരട് ബിൽ നിയമമായാൽ US-ൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയും വിദ്യാർത്ഥികളെയും അത് ബാധിക്കും. H-1B വിസ അനുവദിക്കപ്പെട്ടവരിൽ 70% ഇന്ത്യക്കാരാണ്. ട്രംപ് ജനുവരിയിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ വിദേശ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിന്റെ മേൽ പോലീസ് എടുത്തത് കള്ളക്കേസാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ് MP. കേസിനെ രാഹുൽ നിയമപരമായി നേരിടുമെന്നാണ് കരുതുന്നത്. കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്നും കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷ. രാഹുൽ നിയമപരമായ വശങ്ങൾ നോക്കി കേസിനെ നേരിടുമെന്നാണ് കരുതുന്നത്. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ തെളിവില്ലാതെ ആർക്കെതിരെ കേസെടുത്താലും കോടതിയിൽ നിലനിൽക്കില്ല. നിയമ പോരാട്ടത്തിലൂടെ ആ ആൾ നീതി ലഭ്യമാക്കാൻ ശ്രമിക്കും. രാഹുലിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല, ആരും രേഖാപരമായി പരാതി നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെ കേസെടുക്കും? നിയമപരമായി നിലനിൽക്കില്ല. കോടതിയിൽ ചെല്ലുമ്പോൾ തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഇന്നലെ കേസെടുത്തിരുന്നു. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു. പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ എന്നിവയ്ക്കാണ് കേസ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരിട്ടെടുക്കാവുന്ന കേസുകളിലെ വിഭാഗത്തിലാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ തുടർച്ചയാണിത്. ക്രൈംബ്രാഞ്ച് റേഞ്ച് DYSP C ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല. പമ്പയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പൻ സംഗമം രാഷ്ട്രീയ നാടകമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അയ്യപ്പൻ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ആരെ വിഡ്ഢികളാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് അല്ലേ ചെന്നൈയിൽ പോയി MK സ്റ്റാലിനെ ക്ഷണിക്കേണ്ടത്? മന്ത്രി എന്തിനാണ് സ്റ്റാലിനെ ക്ഷണിച്ചത് എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. എപ്പോഴാണ് അയ്യപ്പ ഭംഗനായത് സ്റ്റാലിൻ? തെരഞ്ഞെടുപ്പിന് 4 മാസം മുൻപുള്ള രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ ഇതിനെ കാണുന്നത്. ശബരിമലയിലെത്തുന്ന ഭക്തന്മാർക്ക് 10 വർഷമായി അടിസ്ഥാന സൗകര്യമൊരുക്കാത്ത ദേവസ്വം ബോർഡാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പൻ സംഗമം നടത്തുന്നത്. സംഗമത്തിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അയ്യപ്പൻ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പൻ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രിയും പോകാൻ പാടില്ല. അതൊരു അപമാനമാണെന്ന് പറഞ്ഞു. സർക്കാർ പരിപാടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ദൈവവിശ്വാസിയല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ 99% ദൈവവിശ്വാസികളാണ്. 18 തവണ ശബരിമലയിൽ പോയ ഞാൻ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലെന്നാണ് ദൈവവിശ്വാസിയല്ലാത്ത CPM മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആരാധനയുടെ ഭാഗമാണെങ്കിൽ സ്റ്റാലിനെയും DMKയെയും വിളിക്കാൻ പാടില്ല. ഭക്തരുടെ വിചാരമാണ് പരിഗണിക്കേണ്ടത്. വിശ്വാസിയല്ലാത്ത നാസ്തികനായ മുഖ്യമന്ത്രിയാണോ പരിപാടി സംഘടിപ്പിക്കേണ്ടത് എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. എനിക്ക് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയ വിദ്വാനാണെന്ന് പറഞ്ഞിട്ടില്ല. സാമാന്യ ബുദ്ധിയുള്ള, അധ്വാനിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. ഹിന്ദുമത വിശ്വാസിയാണ്. ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെപ്പോലെ ഒരു വിദ്വാനാകാൻ എനിക്ക് താൽപ്പര്യമില്ല. വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് തനിക്ക്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.